നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സാഹോദര്യത്തിന്റെയും പങ്കുവയ്പിന്റെയും കൂട്ടായ്മയായ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നർമ്മസല്ലാപവുമായി കളിച്ചുല്ലസിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. നമുക്കും അവരോടൊപ്പം കൂടാം. കാട്ടിലെ കൂട്ടുകാർ. പായസം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗംഭീറിന്റെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞല്ലേ? പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. പക്ഷെ പണം അത് ഇമ്മണി ചെലവായിട്ടാ. പണം എത്ര ആയാലും എന്താ, ഇത്രയും വലിയ വീട് കിട്ടിയില്ലേ? ഉണ്ടായിരുന്ന സ്ഥലം കുറച്ച് വിറ്റിട്ടാ വീടിന്റെ പണി തീർത്തത്. ഓ എന്തോ ആയിക്കോട്ടെ, ഈ വീട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ സ്വപ്നത്തിലെ വീട് പോലെ തന്നെ. സ്വപ്നത്തിലേത് എന്ന് പറയണ്ട, ഒരിക്കൽ യാഥാർത്ഥ്യമായാലോ? യാഥാർത്ഥ്യമാക്കണം. എന്റെ വീട് പൊളിച്ചു മാറ്റി ഇതുപോലൊന്നും ഉണ്ടാക്കിയേ പറ്റൂ. പറയാൻ ഭയങ്കര എളുപ്പ, ഉണ്ടാക്കിയാലും അതിന്റെ കട്ടപ്പാട് വിഷമം മനസ്സിലാവും. പാവപ്പെട്ടവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതിനെ നിരുത്സാഹപ്പെടുത്തല്ലേ. ഞാൻ പറഞ്ഞത് പപ്പീസിന് മനസ്സിലായി മനസ്സിലായി ആക്കല്ലേ. എന്റെ പപ്പീസ് എന്ത് വേണങ്ങാൻ, ഞാൻ പോവാ. ഇല്ല, പാവ നിരാശ കൊണ്ട് തെറ്റിദ്ധരിച്ചതാ. പപ്പീസിന്റെ വീട് പഴയൊരു വീടാണ്. പപ്പീസ് വീട് പണിയുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ വീടിന്റെ കടം കാരണം പപ്പ ബുദ്ധിമുട്ടണത് എനിക്കറിയാം. പപ്പീസിന്റെ പപ്പ ഒരു പാവാ. പോട്ടിരിക്കും, കുറച്ച് പണിയുണ്ട്, ഞാൻ പോരാട്ടാ. അയ്യോ ഗംഭീരെ, ഞാനും പോവാ. കൊറേ നേരം ആയില്ലേ വന്നിട്ട്. നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ കാണാം. ഓക്കേ ബൈ. കോള് വന്നല്ലോ. ഹലോ ഹലോ, ആരാണ്? ഹലോ, കേൾക്കുന്നില്ല. കുറച്ച് ഉറക്കെ പറയൂ. ഹലോ ഹലോ ഹലോ. ഇതെന്താ പുസ്തകവും മടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്നത്? ഇവന് പഠിക്കാനൊന്നുമില്ലേ? ഹലോ പപ്പീസ്, ഹേ പപ്പീസ്, മോനെ പപ്പീസ്, പപ്പീസേ. ഓഫ് ചെയ്തേക്ക്. കുടിക്കാനേ എന്താ പപ്പീസ് പറയുന്നത്? ഓ പപ്പയായിരുന്നോ? എന്താ പപ്പീസ് പഠിക്കാതെ ഉറങ്ങാണ് ഈ സമയത്ത്? എന്താ മോനെ, എന്താ ഇത്ര വിഷമം മോനെ? പപ്പ, നമുക്ക് നല്ലൊരു വീടുണ്ടാക്കണം. അയ്യോ, അതിന് ഒരുപാട് പണം വേണ്ട മോനെ. നമുക്ക് ആ സ്ഥലവും കൃഷിയിടവും എല്ലാം വിറ്റ് വീടുണ്ടാക്കാമെന്നേ. എന്റെ മോനെ, അതൊന്നും നടക്കത്തില്ല. നമുക്ക് ജീവിക്കാൻ സ്ഥലവും കൃഷിയിടവും ഒക്കെ വേണ്ടേ? ഓ എന്റെ പപ്പ, നമുക്ക് ഈ വീട് പൊളിക്കാമെന്നേ, പ്ലീസ്. എന്തായി പറയുന്നത്? അതൊന്നും നടക്കണ കാര്യമല്ല.
ജീവിക്കാൻ നമുക്ക് കൃഷി വേണ്ടേ? പപ്പ ഞാൻ പറയുന്ന കേൾക്ക്, ഇതൊരു പഴയ വീടാ. എന്തായാലും ഈ വീട് പൊളിക്കുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം നിനക്കൊരു ജോലി കിട്ടട്ടെ. സ്ഥലവും കെട്ടിപ്പിടിച്ചോണ്ട് ഇരുന്നോ. മക്കള് പറയുന്ന ഒന്നും ചെയ്തു തരരുത് കേട്ടോ. പപ്പീസേ, മോനെ പപ്പീസ്, ഇവൻ എന്താ ഈ പറയുന്നത്? ഇവന്റെ പഠിപ്പെങ്കിലും തീർന്നിട്ടൊരു ജോലി കിട്ടണ്ടേ? ചേട്ടാ, പണി നമുക്ക് എപ്പോ തുടങ്ങാം? എന്തായാലും അടുത്ത ആഴ്ച നോക്കിയാ മതി. ദേ, കുറച്ച് പണമാണ് എന്റെ കയ്യിലുള്ളത്. അതൊന്നും കുഴപ്പമില്ല, ഈ ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാത്ത നല്ലത്. ആയിക്കോട്ടെ, എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വഴിക്ക് എങ്കിൽ ശരി. എന്താ കോറാശ്ശേരിയുടെ കൂടെ എന്താ വിശേഷം? വമ്പൻ സാറോ, ഞാൻ വീടിന് കുറ്റിയടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഓ, അത് നന്നായി. എന്തായാലും ഒരു വീടൊക്കെ ഉണ്ടാക്കണ്ടേ സാറേ? പപ്പീസിന്റെ ഒരു പിടിവാശി വീട് പൊളിച്ച് വേറെ ഒന്ന് ഉണ്ടാക്കണമെന്ന്. ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെയാകട്ടെ എന്ന്. പണമൊന്നും കയ്യിലില്ല. പണിയൊക്കെ തുടങ്ങൂ, പണമൊക്കെ വരുമെന്നേ. അത് തന്നെയാ ഞാനും വിചാരിച്ചിട്ടുള്ളത്. പണം എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. വിഷമിക്കാതെ, പണിയൊക്കെ നല്ല രീതിയിൽ മക്കളുടെ ആഗ്രഹമല്ലേ സാറേ? എനിക്ക് വായനശാലയിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ സാർ, ശരി. നല്ലൊരു ലോൺ എവിടെ നിന്ന് കിട്ടും? പുതിയൊരു വീട് പണിയണമെങ്കിൽ ലോൺ എടുത്തേ പറ്റൂ. ലോണിന്റെ ഹൗസിംഗ് ലോൺ ഉണ്ടാവോ എന്ന് നോക്കുകയായിരുന്നു. ഹൗസിംഗ് ലോണോ? അതേന്ന് പപ്പ പറയുന്നത് കേട്ടു. ഇനി വീട് പണി തീർക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുമെന്ന്. അയ്യോ, അതൊക്കെ ബാധ്യതയല്ലേ പപ്പീസ്? അതൊക്കെ പപ്പ നോക്കിക്കോളുമെന്നേ. എന്നെ വലിയ കുറ്റം പറഞ്ഞല്ലോ. കോരെന്താ എത്ര വലിയ കാര്യമായി വായിക്കുന്നത്? അത് പറയാം. കണ്ടോ, ലോൺ ഇല്ലാതെ പപ്പീസിന് വീട് പണിക്കുള്ള പണം കണ്ടെത്തുവാനുള്ള വഴി. ലോൺ ഇല്ലാതെയോ? എന്ത് വഴി? നോക്കട്ടെ നോക്കട്ടെ. പേപ്പർ വായിക്കാ പോരാ, അതിലെന്തെങ്കിലും കണ്ടെത്തണം കേട്ടോ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ആ പേപ്പർ 50 രൂപ മുടക്കി മളിമാളിക തീർത്ത കിട്ടില്ല. 50 രൂപ മുടക്കി? എന്താ കോരു പറയുന്നത്? അതേന്ന്, 50 രൂപയുടെ ജംഗിൾ ബമ്പർ 1 കോടി അടിച്ചത് കിട്ടില്ലൻ എന്ന ദരിദ്രന്. ഈശ്വര, അതെനിക്കടിച്ചാ മതിയായിരുന്നു. എന്റെ വീട് പണി തീർന്നേ. ഓ, അതിന് പപ്പീസ് ലോട്ടറി അടിച്ചിട്ടുണ്ടോ? അതില്ല. പിന്നെ എങ്ങനെ അടിക്കാനാ? ഓ, പറഞ്ഞത് ശരിയാണല്ലോ. ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണം കേട്ടോ. അതിന് പണം വേണ്ടേ? അതിന് 50 രൂപയല്ലേ വേണ്ടോ? അത് എവിടുന്നെങ്കിലും സംഘടിപ്പിക്കണം. 50 രൂപ ലോട്ടറി എടുക്കും. പപ്പീസ്, പത്രം വേണ്ടേ? പപ്പീസ് എവിടേക്കാ പോകുന്നേ? എന്ത് പോക്കായത്? പാവം, പണം കട്ടായി പോയതാ തോന്നുന്നു. 50 രൂപ. കഴിഞ്ഞൊരു മാസമായി എല്ലാ ദിവസവും ഞാൻ ലോട്ടറി എടുക്കുകയാണ്. ലോട്ടറിയാ പപ്പീസ്, ഏത് നിമിഷമാണ് ഭാഗ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ മാസങ്ങളിൽ എത്ര പണമാ തീർന്നതെന്നോ? ഒക്കെ ഒരുമിച്ച് തിരിച്ചു കിട്ടും പപ്പീസ്. വീട് പണി വേണം. അതുപോട്ടെ, ലോട്ടറി എടുക്കാൻ പപ്പീസിന് ഇത്രയും പണം എവിടുന്നാ? സംഘടിപ്പിച്ചു. എന്നാ ഞാൻ പോകട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? പപ്പീസിനോട് പണം എവിടുന്നാണെന്ന് ചോദിക്കുമ്പോഴേക്കും പോയല്ലോ. ഇതിൽ എന്തോ ഒരു ഉടായ്പുണ്ട്. അവനായി അവന്റെ പാടായി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, നേരായ വഴിക്കല്ല പണം കണ്ടെത്തുന്നത്. 50 രൂപ എങ്കിലും വീടിന് ജനലും വാതിലും ഒന്നും ഇല്ലാത്തതല്ലേ, ആരെങ്കിലും മോഷ്ടിച്ചതാകാനാ സാധ്യത. അല്ല സാറേ, കളവാണ് ലക്ഷ്യമെങ്കിൽ പണം മൊത്തം കൊണ്ടുപോകല്ലേ? ഇത് പകുതിയെ എടുത്തിട്ടുള്ളൂന്നേ. പിന്നെ പണം എന്തായി എന്നാണ് ചേട്ടൻ പറയുന്നത്? അതാണ് എനിക്കും പിടികിട്ടാത്തത്. പപ്പീസിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്തായാലും വീട്ടിലെത്തിയിട്ട് അന്വേഷിക്കാം. എങ്കിൽ ഞാനും വരാം. പപ്പീസിന്റെ പരിപാടി എന്താണെന്ന് അറിയാമല്ലോ. ശരിയാ സാറ് നടക്ക്. 50 രൂപ.
ഈശ്വര, പപ്പ എന്നെ എന്തായാലും കണ്ടിട്ടുണ്ടാകും. ഈ ലോട്ടറി കൂടി കണ്ട എന്റെ കാര്യം പോക്ക. ഒന്നുപോലെ അടിച്ചില്ലല്ലോ ലോട്ടറി. എത്ര പണമാ തീർത്തത്? എല്ലാം പപ്പയുടെ മോഷ്ടിച്ച പണവും. മോനെ പപ്പീസ്, എന്താ എന്താ പപ്പീസ്, എന്താ മറച്ചു പിടിക്കുന്നത്? എന്താ നിന്റെ കയ്യിൽ? ഒന്നുമില്ല സാറേ. കാണിക്ക് അറിയില്ല, പപ്പീസ്, എന്താ നിന്റെ എന്താ നിന്റെ കയ്യിലുള്ളത്? എന്താണത്? എന്താ ഇതൊക്കെ പപ്പീസ്? എന്താ ഇതെന്തായി കാണുന്നത്? ലോട്ടറി? എന്താ ഇത്? ഇതൊക്കെ എവിടെന്നാ? ഇതൊക്കെ പപ്പീസ് എടുത്തു തന്നെയാണോ? പിന്നെ സാറേ, വീട് പടിക്ക് ഞാൻ... ഓ, മനസ്സിലായി. എന്റെ പൊന്നു ചേട്ടാ, പണം പോയതിന്റെ വഴി മനസ്സിലായോ? കരയുന്നു. സാറേ, വീട് പണി തീർക്കാൻ ഞാൻ പപ്പയുടെ പണം മോഷ്ടിച്ച് ലോട്ടറി എടുത്തതാ. എന്നിട്ട് ഒറ്റ ലോട്ടറി പോലും അടിച്ചില്ലല്ലോ. മോനെ, എന്തൊക്കെയാ നീ കാണിച്ചത്? പപ്പീസിന് ഒറ്റ പിടിവാശിക്ക പപ്പ വീട് തന്നെ പൊളിച്ചു മാറ്റിയത്. എന്നിട്ടിപ്പോ വീട് പണി തീർക്കാൻ ഞാൻ നെട്ടോട്ടം ഓടുകയാ. പപ്പീസ് ചെയ്ത തെറ്റ് വളരെ വലുതാ. പണം മോഷ്ടിക്കുക, എന്നിട്ട് ലോട്ടറി എടുക്കുക. ഈ കരഞ്ഞത് കൊണ്ടെന്താ കാര്യം? പപ്പീസിന്റെ പപ്പയുടെ മനസ്സ് വേദനിച്ചത് പപ്പീസിന് കാണാൻ കഴിഞ്ഞില്ല. എത്രമാത്രം കഷ്ടപ്പെട്ട ഇത്രയും കാലം ജീവിച്ചതെന്ന് പപ്പീസിന് അറിയാമോ? നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതേ ആഗ്രഹിക്കാവൂ. അതിലേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ഇടപെടലിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൂ. നർമ്മസല്ലാപത്തിന് ശേഷം ഇനി സമാധാന സന്ദേശവുമായി നമ്മെ കാത്തിരിക്കുന്നു ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് ടിങ്കു. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്താ നിനക്ക് ഇന്ന് എന്നോട് പറയാനുള്ളത്? ഭയങ്കര പേടിയാന്നാ പറയുന്നേ. എന്തിനാ പേടിക്കുന്നേ? എപ്പോഴാ സാധാരണ പേടി വരുന്നേ? രാത്രി. ഓ, രാത്രിയിലാണ് പേടി വരുന്നത് അല്ലേ? പകല് കുഴപ്പമൊന്നുമില്ലേ? ഓ, പകല് ഒറ്റയ്ക്കാവുമ്പോ പേടിയുണ്ടല്ലേ? ഓ, അത് ശരി. ഓക്കെ, ഈ പേടി വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാക്കും. ഈ കഥകളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചാണ് പേടി വരാൻ കാരണമാകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യനെല്ലാം ഒരു പേടിയുണ്ട്. അതെന്താണെന്നറിയാമോ? മരണത്തെ പേടി. എന്ത്? ആ, മരണത്തെ അല്ലേ? മരണത്തെ മനുഷ്യന് പേടിയുണ്ട്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്നറിയാമോ? മരണത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ദൈവത്തോടു കൂടിയാണ് നമുക്കുള്ളത്. ഇത് തെളിയിക്കുന്ന ഒരു ഉപമ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതേതാ അത്? ആ, പറ. ലാസറിന്റെ ആണോ? ലാസറിന്റെ അല്ലേ? ഓക്കെ. ഒരു സ്ഥലത്ത് ധനവാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വലിയ ആർഭാടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പടിവാതിക്കൽ ഒരു മനുഷ്യൻ, രോഗിയായ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. വളരെ ദരിദ്രനായിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം വ്രണം പൊട്ടി ഒലിച്ച് അതിലെ പോകുന്ന നായ്ക്കളൊക്കെ വന്ന് നക്കുമായിരുന്നു. ഇത്രയും ദരിദ്രനായ ഒരു വ്യക്തി ഈ വലിയ ആർഭാടത്തിൽ ജീവിച്ച മനുഷ്യൻ്റെ പടിവാതിക്കലാണ് കിടന്നത്. ഇവർ രണ്ടുപേരും മരിച്ചു. ഈ ദരിദ്രൻ മരിച്ചപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എടുത്തുകൊണ്ടുപോയി കുഴിച്ചിട്ട് കാണും. ചിലപ്പോൾ മുനിസിപ്പാലിറ്റി ആയിരിക്കും കൊണ്ടുപോയത്. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ അടക്കം ചെയ്തു. അതുപോലെ ഈ ധനവാനായ വ്യക്തി, അദ്ദേഹം ധനവാനാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാകും നാടിന് വേണ്ടിയിട്ട്. ഇദ്ദേഹവും മരിച്ചു. വലിയ ഒരു ശവസംസ്കാര ശുശ്രൂഷ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ രണ്ടുപേരും മരിച്ചു. രണ്ടുപേരുടെയും ആത്മാക്കൾ കടന്നു ചെന്നു.
ഈ ലാസറിൻ്റെ ആത്മാവ് എവിടെയാണ് പോയെന്നറിയാമോ? പറുദീസയിലേക്കാണ് പോയത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. എന്നാൽ ഈ ധനവാന്റെ ആത്മാവ് എവിടെയാണ് പോയെന്നറിയാമോ? ശരിയാണ്, യാതനാ സ്ഥലത്താണ് ചെന്നത്. പണമുള്ളത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? പിന്നെ എന്താ? ആ, പണമുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ദൈവഭക്തിയോടുകൂടി അല്ല ജീവിച്ചത്. പക്ഷെ ദരിദ്രനായിരിക്കുന്ന ലാസർ തൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടെങ്കിലും താൻ ദൈവഭക്തിയോടുകൂടെ ജീവിച്ചു. അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി. ഈ ധനവാനായ വ്യക്തി നോക്കുമ്പോൾ ലാസർ എവിടെയിരിക്കുന്നതെന്നറിയാമോ? അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരിക്കുക. അപ്പം ഈ ധനവാന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായി, എനിക്കും അവിടേക്ക് പോകണം. പക്ഷേ പോകാൻ പറ്റുമോ? അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ധനവൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാവോ? ആ ലാസറിൻ്റെ വിരൽ നോക്കി കുറച്ച് വെള്ളം എനിക്കൊന്ന് തരാവോ? എന്താ കാരണം എന്നറിയാമോ? യാതനാ സ്ഥലത്ത് വെള്ളമൊന്നുമില്ലാത്ത അവസ്ഥ, തീയുടെ അവസ്ഥ, ചാവാത്ത പുഴുവിൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ഈ ധനവാനായിരിക്കുന്ന വ്യക്തി ചെന്നെത്തിയിരിക്കുന്നത്. നോക്കിയ കൂട്ടുകാരെ, എന്നാൽ ഈ ലാസർ താൻ ജീവിച്ചപ്പോൾ, ദൈവഭക്തിയോടുകൂടെ ജീവിച്ചപ്പോൾ, തനിക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട്, അബ്രഹാം പിതാവിനോട് കൂടെയായിരിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വെച്ച് നാമും തീരുമാനിക്കണം, നമ്മളെവിടെയാണ് പോകുന്നത്? സ്വർഗത്തിലേക്കാണോ അതോ നരകത്തിലേക്കാണോ? സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടത്? നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. എങ്ങനെ ദൈവമക്കളായി തീരാൻ സാധിക്കുക? യേശു കർത്താവിനെ അറിഞ്ഞ് യേശു കർത്താവിൽ വിശ്വസിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുക. തെറ്റായ മാർഗത്തിൽ ജീവിച്ചാൽ യാതനാ സ്ഥലത്ത് ഒരിക്കലും ആർക്കും രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവിടെ പോകേണ്ടതായിട്ട് വരും. യാതനാ സ്ഥലത്ത് പോകാൻ ആർക്കും ഇഷ്ടമല്ല. ദൈവമക്കളായി ജീവിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദൈവമക്കളാണോ? ദൈവമക്കൾക്ക് യോജിച്ച ജീവിതമാണോ നാം നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിട്ട് ദൈവത്തോടു കൂടെ വസിക്കാൻ നമുക്കിടയായി തീരും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയേണ്ട സമയം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയുടെ നന്മ നിറഞ്ഞൊരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ.